യുപിയിലും ബീഹാറിലും എന്തുകൊണ്ട് വോട്ടെണ്ണൽ മെല്ലെയാകുന്നു? ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതിയുമായിട്ട് കോൺഗ്രസ് ഇതിനകം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുന്നു. ആരുടെ നിർദ്ദേശപ്രകാരമാണ് വോട്ടെണ്ണൽ മല്ലയാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. നിലവിലുള്ള ദേശീയ സാഹചര്യം ഇതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ദേശീയ ജനാധിപത്യ സഖ്യം 298, അതായത് 300ലേക്ക് പതുക്കെ ചുവടുവെച്ചു നീങ്ങുന്നു. ഇന്ത്യ ബ്ലോക്ക് ആയിക്കൊള്ളട്ടെ 225. കോൺഗ്രസ് ഇതാ 3 നീങ്ങുകയാണ്. 99 പിന്നിടുകയാണ് കോൺഗ്രസ്. സമാജ്വാദി പാർട്ടിയാണ് 3ാമത്തെ കക്ഷി 36 സീറ്റുകളിലൂടെ. TMC 30 സീറ്റുകളോടുകൂടി 4ാമത്തെ കക്ഷിയാകുന്നു. തൊട്ടടുത്ത് തന്നെ DMKയും നമുക്ക് കാണാൻ സാധിക്കും. മഹാവികാസ് അഘാടി 30 സീറ്റുകളിലാണ് ലീഡ് ചെയ്യുന്നത്. ഒറ്റയ്ക്ക് ജയിക്കാൻ DMKക്ക് കഴിയുമെങ്കിൽ പോലും DMK എല്ലാ ഘടകകക്ഷികളെയും കൂട്ടി സീറ്റ് വാരി വിതറി കൊടുത്തു. ഏറ്റവും നല്ല മുന്നണി സംവിധാനമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചത് തമിഴ്നാടാണ്. സംശയം അതുപോലെ തന്നെയാണ് കേട്ടോ. മഹാവികാസ് അഘാടിയും അങ്ങനെ തന്നെയാണ്. കാരണം അവിടെ എല്ലാവർക്കും പരസ്പരം വേണം. ഇവിടെ DMKക്ക് അതെ DMK എല്ലാവരോടും വിട്ടുവീഴ്ചയാണ് ചെയ്തത്. ADMK എപ്പോഴും ഫൈറ്റ് ചെയ്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ADMK ഫൈറ്റ് ചെയ്തു. ഒരു മിനിറ്റ്, ഫൈസാബാദ്, അതായത് അയോധ്യ നിലകൊള്ളുന്ന ഫൈസാബാദിലെ SP-യുടെ ലീഡ് ഇപ്പോൾ 10,000 കടന്നിരിക്കുന്നു. അഖിലേഷിന്റെ കനൌജിൽ 80,000 കടന്നിരിക്കുന്നു ലീഡ്. ഡിംപിൾ യാദവ്, അഖിലേഷിന്റെ ഭാര്യ, സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥി, ലീഡ് 1,40,000 കടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിനകം തന്നെ പവാറും നിതീഷ് കുമാറും ചർച്ച നടത്തിയിരിക്കുന്നു. ശരത് പവാർ പ്രധാനപ്പെട്ട നീക്കങ്ങളാണ് നടക്കുന്നത്. ഇനി വരുന്ന മണിക്കൂറുകൾ വളരെ നിർണായകമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ദേശീയ രാഷ്ട്രീയത്തിൽ വളരെ നിർണായകമായ നീക്കങ്ങൾക്കാണ് ഇന്ത്യ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഏകപക്ഷീയമായിരിക്കും ഈ തിരഞ്ഞെടുപ്പ്. 400-ലേറെ സീറ്റുകളുമായി വരാൻ പോകും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വാർത്ത കൂടി അറിയിക്കാനുണ്ട്. മണിപ്പൂരിലെ 2 സീറ്റുകളിലും കോൺഗ്രസ് മുന്നിൽ എന്നുള്ളതാണ് ആ വാർത്ത. ഈ 2 സീറ്റുകളിലും 2019 BJP ആയിരുന്നു ജയിച്ചിരുന്നത്. ആ 2 സീറ്റുകളിലും ഇപ്പോൾ കോൺഗ്രസ് ആണ് മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും തിരുവനന്തപുരത്ത് നെഞ്ചിടിപ്പേറുകയാണ്. ആറ്റിങ്ങലിൽ നെഞ്ചിടിപ്പ് ഉയരുകയാണ്. 2 മണ്ഡലങ്ങളിലും ഇപ്പോൾ ഒരു ക്ലിഫ് ഹാങ്ങർ എന്നുള്ള നിലയാണ്. ആര് ജയിക്കും, ആര് വീഴും, ആര് ജയിക്കും എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല. ശ്വാസമടക്കി പിടിച്ചുകൊണ്ടാണ് UDF NDA മുന്നോട്ട് പോകുന്നത്. ശശി തരൂർ തിരുവനന്തപുരത്ത് അല്പം മുന്നിലാണ്. ഏതാണ്ട് 10,000-ഓളം വോട്ടുകളുടെ മാത്രം ലീഡിലാണ് ഇപ്പോഴും ശശി തരൂർ നിൽക്കുന്നത്. ഏത് ഘട്ടത്തിലും താഴേക്ക് വീഴാം. സമാനമായ സ്ഥിതിവിശേഷമാണ് ആറ്റിങ്ങലിലുള്ളത്. ആറ്റിങ്ങലിലെ V ജോയിയും ഒപ്പം അടൂർ പ്രകാശും തമ്മിലുള്ള അതിശക്തമായ പോരാട്ടമാണ് ഇപ്പോൾ ആറ്റിങ്ങലിൽ കാണാൻ കഴിയുന്നത്. രണ്ടിടത്തും എന്തും സംഭവിക്കാമെന്നുള്ള നിലയിലാണ്. ആറ്റിങ്ങലിൽ കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജയിക്കാനാകുന്നില്ല എങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? NDAക്കൊപ്പം ഒന്നിൽ ഒതുങ്ങേണ്ടി വരും LDF എന്നുള്ളതാണ്. ബഹുത്ത് അച്ഛാ 1,00,000 കടന്നിരിക്കുന്നു. 50,000 വോട്ടുകൾക്ക് ശശി തരൂറിന്റെ ലീഡ്.